എൻ്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിതാ ഞാൻ മുറിച്ച് തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എൻ്റെ മുറ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോൾ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് പിന്നെ ഒരു വിലയില്ല. മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും മിണ്ടാത്ത. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ തന്നതും എൻ്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറേ നാളായിട്ട് ചോദിച്ചു തന്നു. പക്ഷെ തന്നതിൻ്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നമസ്കാരം. കെ.ബി. ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. സന്ദർഭം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അതേക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ച കെ.ബി. ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഉപയോഗിച്ച് സംഭവം വിവാദമാക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്ക് എതിരെയുമാണ് കെ.ബി. ഗണേഷ് കുമാർ സംസാരിച്ചത്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അതിലൊന്ന് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കും എന്നതാണ്. UDF അധികാരത്തിൽ വന്നാൽ ഇതേ പ്രഖ്യാപനം കർണാടകയിലും നടത്തിയിരുന്നു. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. അതോടുകൂടി KSRTC ലാഭത്തിൽ പോയിരുന്ന KSRTC നഷ്ടത്തിലായി. KSRTCക്ക് സർക്കാർ പണം നൽകാതെയായി. പൂട്ടലിൻ്റെ വക്കിലാണ് KSRTC എന്നും പറഞ്ഞു മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആ വാക്കുകൾ കൂടി കേൾക്കാം. ഈ പറയുന്ന പോലെ ചിലർ പറയുന്നതൊക്കെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, തമിഴ്നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിറ്റിയിലൊക്കെ ലോക്കൽ ബസ്സിൽ കൊടുക്കുന്നുണ്ട്, വലിയ പാടാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കർണാടകത്തിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുത്ത് അതിൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് നടക്കാത്ത കാര്യം. ഇതൊന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ദേവി ഇത് പാവപ്പെട്ട ഈ ജീവനക്കാരെ കഞ്ഞിയിൽ ഇനി ചെളിവാരിയിടല്ലേ എന്ന് മാത്രമേ ഇനി അഭ്യർത്ഥിക്കാനുള്ളൂ. അവര് ഒരുവിധം രക്ഷപ്പെട്ട ഒരു സന്തോഷമുള്ള ഒരു സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് KSRTC ജീവനക്കാർ പ്രവേശിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയം നല്ലതാണ്. ആരാന്റെ പണമാണ് ഇത്? ജനങ്ങളുടെ പണമാണ്. എൻ്റെ കുടുംബ സ്വത്താണെങ്കിൽ അതെടുത്ത് എനിക്ക് ദൗർജന്യം അനുവദിക്കാം. എൻ്റെ അച്ഛനപ്പന്മാർ സമ്പാദിച്ചതൊന്നുമല്ല ഇത്. ഈ പാവപ്പെട്ട ജീവനക്കാർ, ഈ കണ്ടക്ടറും ഡ്രൈവറും രാവിലെ ഇറങ്ങി പൊടി അടിച്ച് മണ്ണും തിന്ന് ചൂടും തിന്ന് റോഡിലുള്ള പുകയും വലിച്ചു കയറ്റി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാശെടുത്ത്, ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ പഴവങ്ങാടിയുടെ മുമ്പിൽ കൂടെ പോയപ്പോൾ ഒരു തേങ്ങ ഉരുണ്ട് കിടക്കുന്ന അവിടെ, ആ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചേച്ച് ഗണപതി ഭഗവാനെ എന്നെ രക്ഷിച്ചോണ്ടേ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടി പറ്റിയ സ്ഥലമല്ല KSRTC. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൗജന്യം KSRTC അനുവദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്നവരാ, നിങ്ങൾക്കറിയാം. ആ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തികച്ച് 2 മാസം ഈ സാധനം മുന്നോട്ട് പോകത്തില്ല. ഇവരങ്ങ് മാറുമ്പോൾ സൗജന്യം കൊടുക്കണ്ടാത്ത പ്രൈവറ്റ് ബസ്സുകാരൻ ഇവിടെ ഇരച്ചു കയറും എന്ന് മറക്കരുത്. അതുകൊണ്ട് അത്തരം വേലകളൊന്നും, അത്തരം ഗിമിക്സുകൾ, നമ്മളെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ള വാഗ്ദാനങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും നാളിനിടയിൽ ഈ 2.5 വർഷത്തിനിടെ എന്തെങ്കിലും കള്ള വാഗ്ദാനം തന്നിട്ടുണ്ടോ? പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ സാധിച്ചു തരാതിട്ടുണ്ടോ? ഗണേഷ് കുമാർ പറഞ്ഞതേ നടക്കുന്നതേ പറയൂ, പറഞ്ഞാൽ ചെയ്തിരിക്കും എന്ന് എല്ലാവർക്കും കാണാൻ. എന്നെ പ്രിയങ്കരനായ എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ അനുജനമായ ഹൈബി ഈഡൻ എന്നെ പറ്റി നല്ല വാക്ക് പറഞ്ഞപ്പോൾ പലരും അയാളെ ചീത്ത വിളിച്ചു. സത്യമല്ലേ പറഞ്ഞ? ഹൈബി ഈഡൻ ഒരു MP എന്ന നിലയിൽ പലവട്ടം, MLA-മാർ പലവട്ടം എറണാകുളം ബസ് സ്റ്റേഷൻ ഒന്ന് വൃത്തിയാക്കി തരണം എന്ന് എല്ലാവരുടെയും കൈയും കാലും പിടിച്ച് നാണക്കേടായിരുന്നു. അവർക്ക് MP-മാർക്ക് MLA-മാർക്ക് നാണക്കേടായിരുന്നു. അതൊന്ന് പരിഹരിക്കണമെന്ന് നമ്മുടെ മന്ത്രി രാജീവ് അടക്കമുള്ള ആളുകൾ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും കേട്ടില്ല. ഞാനത് കേട്ടത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു. ഞങ്ങളത് സമയബന്ധിതമായി CMD-യെ മിക്കവാറും ആഴ്ചകൾ അവിടെ നിർത്തി അതിമനോഹരമായി നമ്മൾ BPSC-യിലും സ്പോൺസർമാരെ വെച്ച് KSRTC-യുടെ പണം ചെലവാക്കിയില്ലെന്ന് ആലോചിക്കണം. MLA ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് അതിനെ അതിമനോഹരമാക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു കടയ്ക്ക് വാടക പോയിരിക്കുന്നത് 85,000 രൂപയ്ക്കാണ്. 75,000 85,000 രൂപ എന്താ? 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും പോലും സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്കൊരു മാസം ഏതാണ്ട് 1.5 കോടി രൂപയുടെ വരുമാന വർധനമാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു മാസം നമുക്ക് അവരുണ്ടാക്കി തന്നത്. വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഹെഡ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ കാലം മാറിയിരിക്കുന്നു. എസ്റ്റേറ്റ് സെക്ഷനിൽ ഇരുന്ന് 18 പേരെ ഒരുമിച്ച് സ്ഥലം മാറ്റി. അപ്പോൾ എന്നോട് MD തന്നെ ചോദിച്ചു, സാറേ എല്ലാവരോടും മാറ്റിയാൽ ഇത് എന്താവെന്ന് ചോദിച്ചാൽ, ഇത് എല്ലാവരോടും മാറ്റിയാൽ നന്നാവുമെന്ന് പറഞ്ഞു. എല്ലാവരോടും മാറ്റിയപ്പോൾ നന്നായി. അത് അത്ഭുതകരമായ വളർച്ചയാണ് അവർ കൈവരിക്കാൻ കഴിഞ്ഞത്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ജീവനക്കാരാണ് ഈ വിജയത്തിൻ്റെ പുറകിലുള്ളത്. ജീവനക്കാരെ മറന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ട് പോകില്ല. ജീവനക്കാരോട് ഇന്നും സ്നേഹത്തോടെ ഞങ്ങൾ പെരുമാറുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി തൊഴിലാളി സംഘടനകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ചരിത്രപരമായി അദ്ദേഹം തൊഴിലാളികൾക്ക് എന്നും തൊഴിലാളികളുടെ ആവേശമാണ്, തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു ധീര സഖാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരികയില്ല. അദ്ദേഹം നമ്മൾ KSRTC ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഏതാണ്ട് 650 കോടി രൂപ അദ്ദേഹം എഴുതി തള്ളിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന കാലം മുതൽ KSRTC നൽകിയത് 10,000 കോടി രൂപയാണ്. നിങ്ങളെ നിലനിർത്താൻ, ഈ മഹാപ്രസ്ഥാനത്തെ നിലനിർത്താൻ നമുക്ക് നൽകിയത് 10,000 കോടി രൂപയാണ്.